ബീഹാറിലെ VIP ഗ്രാമങ്ങളിലൊന്നാണ് കല്യാൺബിക. നളന്ദ ജില്ലയിലെ കല്യാൺബികയിലാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജനിച്ചു വളർന്നത്. നിതീഷ് ജനിച്ച വീട് കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു വീഴാറായപ്പോൾ നാട്ടുകാർ പിരിവെടുത്താണ് പുതിയ വീട് പണിതത്. വർഷത്തിൽ 3 തവണ നിതീഷ് കുമാർ എത്തുന്ന കല്യാൺബികയെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് കല്യാൺബിക. പട്ന നളന്ദ ഹൈവേയിലെ ബക്തിയാർപൂർ എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്തും. നളന്ദ ജില്ലയിലെ ചെറുഗ്രാമമായ കല്യാൺബിക ഇന്ന് അതിപ്രശസ്തമാണ്. കാരണം ഇവിടെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജനിച്ചു വളർന്നത്. ദീർഘകാലമായി പട്നയിലും ഡൽഹിയിലുമൊക്കെയാണ് നിതീഷ് കുമാർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. പക്ഷേ കല്യാൺബികയിൽ അദ്ദേഹം എല്ലാ വർഷവും 3 ദിവസം ചുരുങ്ങിയതെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാംലഖൻ സിംഗിൻ്റെ അതുപോലെ തന്നെ അമ്മ പരമേശ്വരി ദേവിയുടെയും ഭാര്യ മഞ്ജു ദേവിയുടെയും സ്മൃതി മണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കല്യാൺബികയിലാണ്. ഇവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനാണ് നിതീഷ് എല്ലാ വർഷവും ഇവിടെ എത്തുന്നത്. ഈ പതിവ് സമീപകാലത്ത് നിതീഷ് തെറ്റിക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കല്യാൺബികയിലെ നാട്ടുകാർക്കെല്ലാം ഈ ദിവസങ്ങളിൽ നിതീഷ് കുമാറിനെ നേരിട്ട് കാണാം, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ആ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നത് കല്യാൺബികയിലെ ഒരു 2 നില കെട്ടിടത്തിലാണ്. കല്യാൺബിക ഇപ്പോൾ വളരെ പ്രശസ്തമാണ്. കാരണം ബീഹാറിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള നിതീഷ് കുമാർ ജനിച്ചത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും ഒരു മുഖ്യമന്ത്രിയുടെ വീട്, ഈ വീട് പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ അല്ലായിരുന്നു, പക്ഷെ പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. എന്തായാലും ആ വീട് നമുക്കിപ്പോൾ കാണാം. ജഗദീഷ് ഉള്ളിലേക്ക് വരും. ഇവിടെയാണ് നിതീഷ് കുമാർ ഈ ബക്തിയാർപൂരിൽ, അതായത് കല്യാൺബികയിൽ എത്തുമ്പോൾ അദ്ദേഹം വരുന്ന സ്ഥലം. ഇപ്പോൾ ഈ വീട്ടിൽ ആരും അങ്ങനെ താമസിക്കുന്നില്ല. ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ജയപ്രകാശ് നാരായണൻ്റെയും കർപ്പൂരി ഠാക്കൂറിൻ്റെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ നടന്നു കയറിയത് ഇവിടെ നിന്നാണ്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് നിതീഷിന്റെ മുറി. നിതീഷ് ഇല്ലാത്തപ്പോൾ ഈ മുറി തുറക്കാറേയില്ല. നിലവിൽ ഈ കെട്ടിടത്തിന്റെ കെയർടേക്കർ നിതീഷ് കുമാറിന്റെ ബന്ധുവും നാട്ടുകാരനുമായ രജനീഷാണ്. मुख्यमंत्री जी का घर हुआ, एक नीचे छोटा सा 2 कमरा है, इसमें साहब रहते हैं और इसमें अधिकारी लोग आकर के बैठते हैं और परिवार सब ऊपर चले जाते हैं. एक छोटा सा स्टोर रूम है और एक किचन है. बस यही बहुत छोटा सा मकान है और ये 2 साल पहले बना है. ജീർണിച്ച പഴയ വീടിന് പകരം അതേ സ്ഥലത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നാട്ടുകാർ മുൻകൈയെടുത്താണ് പുതിയ വീട് പണിതത്. बहुत पुराना मकान था, वो जर्जर की स्थिति में था. कब गिर जाता हम लोग साहब बताए कि नहीं, हम लोग बताए कि भाई इसको सर बनाया जाए. तो गांव वाले लोग सब आके बोले, तो कहें कि नहीं, हमको तो पैसे नहीं, हम कहाँ से बनावे. तो फिर हम लोग गांव वाले लोग कहें कि नहीं, तो हम लोग जी बना देते हैं इसको. തനി ബീഹാരി സ്റ്റൈലിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗം കാണാം. ഈ വീടിന് നേരെ എതിർവശത്തൊരു കുളമുണ്ട്. ബീഹാറിലെ പഴയ വീടുകൾക്ക് മുന്നിൽ ഇതുപോലെ കുളങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. നിതീഷ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു ഈ കുളം നവീകരിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും നവംബർ അവസാനം കല്യാൺബികയിലേക്ക് വീണ്ടും നിതീഷ് കുമാർ വരുന്നുണ്ട്. നവംബർ അവസാനം മുഖ്യമന്ത്രിയായി തന്നെ അദ്ദേഹം വരുമെന്നും മുഖ്യമന്ത്രിയെ വരവേൽക്കുന്നതിനായി കല്യാൺബികയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഒരുങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ കല്യാൺബികയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.